നീ ഏത് അലുവയുടെ കാര്യമാണ് ഈ പറയണത്? കോഴിക്കോടൻ അലുവയുടെ. ശരിക്കും? രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ്. ചിന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത്. ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുലല്ല, എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ. ചിന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത്. 46ാമത്തെ വയസ്സിലെ പ്രണയം. ഈ ലോകത്ത് ഈ പിശാചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ചിന്ത കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? രാഹുലിന് രാഹുലിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. ഞാനും വളരെ വ്യത്യസ്തമായ വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഞാനും വളരെ വ്യത്യസ്തമായ, ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യയശാസ്ത്ര ധാരകളും വ്യത്യസ്തമാണ്. എനിക്കൊന്നും വേണ്ട ചെക്കനെ. എന്താ നമുക്കും ഇല്ലേ മോളെ കുറവുകള്? അവന്റെ മുഖം ഇത്തിരി കോടിയിരിക്കുന്നു പറഞ്ഞു. ഇത് തന്നെ അമ്മ 10 ലക്ഷം ഓഫർ ചെയ്തിട്ട് കിട്ടിയതാ. എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം. പറയുന്ന ഇഷ്ടമല്ല അങ്ങനെ പറയും. ആർക്ക് വേണം ഗുന്മം പിടിച്ച മത്തങ്ങ തലച്ച്? ട്രോളിന്റെ വലിയ വ്യക്തി. ട്രോളൊന്നുമല്ല, രാഹുൽ സീരിയസ് ആയിരുന്നു. ഇവിടെ എന്തിനുള്ള പുറപ്പാടാ? നിനക്കിവിടെ ഉണ്ടായിരുന്ന ചീത്തപ്പേര് കൂട്ടാൻ വേണ്ടിയാണ് നീ ഇപ്പം കൊണ്ട് വന്നത്. ട്രോളൊന്നുമല്ല, രാഹുൽ സീരിയസ് ആയിരുന്നു. ഏത് നേരത്തടാ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ചിന്തയെടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം. ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത്? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഈ സമൂഹത്തിൽ എനിക്കുള്ള വില അതിനെ കുറിച്ച് ചിന്തിച്ചോ? അതിന് സമൂഹത്തിൽ നിനക്ക് എന്നാ വിലയാടാ? പരസ്യമായി ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടും ഈ വർഷം ഓർമ്മിച്ചിരിക്കുന്ന എന്താ കാര്യം? എന്നെ പ്രപ്പോസ് ചെയ്ത എല്ലാവരുടെയും വർഷവും തീയതി എനിക്ക് ഓർമ്മ. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെര നിറഞ്ഞ് നിന്ന് പോയേ ഉള്ളൂ. നന്ദിയുണ്ട് എല്ലാ സഹായത്തിനും. ജീവിതത്തിൽ ഒരിക്കലും ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയെന്ന് വരില്ല. ഒന്നു മാത്രം ഞാൻ പറയാം, ശങ്കരൻകുട്ടി എന്ന നല്ല സുഹൃത്ത് എന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും.